നമസ്കാരം. ഇന്ന് 2025. 2000 ആണ്ട് കഴിഞ്ഞ് 25 വർഷം കൂടി കഴിഞ്ഞിരിക്കുകയാണ്. കാൽ നൂറ്റാണ്ട് കൂടി. 2024 ഒരുപാട് സംഘർഷങ്ങളുടെയും രോഗാതുരതയുടെയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഉരുൾപൊട്ടലും മഹാരഥന്മാരുടെ വിടയും MD പോലുള്ള ആളുകളുടെ നഷ്ടമൊക്കെ നമ്മൾ കണ്ടു. മൻമോഹൻ സിംഗ്. അങ്ങനെ 2024 നമ്മെ വിട്ടുപോയി. 25 സമാഗതമായിരിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് നാം ആകുലപ്പെടേണ്ടതില്ല. ആകുലപ്പെട്ടിട്ട് പ്രത്യേകിച്ച് കാര്യവുമില്ല. വരാനിരിക്കുന്നതിനെ കുറിച്ച് വലിയ ആശങ്കകൾ ഉണ്ടായിട്ടും കാര്യമില്ല. ഇന്നലകളെ കുറിച്ച് ആവലാതിപ്പെടുകയോ വരാനിരിക്കുന്നതിനെ കുറിച്ച് ആശങ്കപ്പെടുകയോ ചെയ്യാതെ കയ്യിലുള്ള ഈ നിമിഷങ്ങളെ, ഈ സമയത്തെ മനോഹരമാക്കുക, സുന്ദരമാക്കുക. ജാതിയുടെ, മതത്തിന്റെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, പാണ്ഡിത്യത്തിന്റെ, സമ്പന്നതയുടെ, സ്വത്തിന്റെ ഒക്കെ പേരിൽ മനുഷ്യൻ വിവേചന പൂർണ്ണമായി ചിന്തിക്കുകയും പരസ്പരം കലഹിക്കുകയും ചെയ്യുന്ന സമൂഹത്തിൽ, നാട്ടിൽ സമാധാനത്തിന് ഇടമില്ല. വിശ്വശാന്തിയാണ് നമുക്ക് ആവശ്യം. യുദ്ധങ്ങളുള്ള ഭൂമിയിൽ നിന്ന് മാറി വിശ്വശാന്തി ഉണ്ടാകണം. വർഗീയ കലാപങ്ങൾ, മതവൈര്യങ്ങൾ നമ്മളെ ആകുലപ്പെടുത്താൻ പാടില്ല, ഒന്നും ഉണ്ടാകാനും പാടില്ല. ബംഗ്ലാദേശിൽ, അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്രയെത്ര സംഭവങ്ങൾ. അതൊന്നുമില്ലാതെ അതെല്ലാറ്റിനും 2025 പരിഹാരമുണ്ടാകട്ടെ. എല്ലാ വിഷയങ്ങളും പരിഹൃതമാകട്ടെ. നാം കോവിഡ് കണ്ടു, പ്രളയം കണ്ടു, ഓഖി കണ്ടു, ഉരുൾപൊട്ടൽ കണ്ടു. ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ഭൂമിയായി കേരളം മാറി കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ. അതൊന്നുമില്ലാത്ത വളരെ സമാധാനപൂർണമായ ശാന്തിയുള്ള 2025 നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ ശാന്തിയും സമാധാനവും വരുന്നത് നമ്മളുടെ പ്രവൃത്തികൾ കൂടി കൊണ്ടാണ്. ഒരു വർഷത്തിൽ 4000 പേര് പുറമെ 4000 പേരിലധികം വാഹനാപകടങ്ങളിൽ മരിക്കുന്നൊരു നാടാണ് കേരളം. തിരിച്ചറിയുക. പ്രത്യേകിച്ച് കൂടുതലും ചെറുപ്പക്കാരാണ്, ബൈക്ക് യാത്രക്കാരാണ് വലിയ അപകടങ്ങളിൽ ചെന്നുപെടുന്നത്. മയക്കത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുന്നുണ്ടോ എന്ന് ചിലപ്പോഴെങ്കിലും ചിന്തിച്ചു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് യുവതലമുറ. നമ്മുടെ കർമ്മ രംഗം നമുക്ക് ഏറ്റെടുത്ത് വളരെ കൃത്യമായി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ജീവനുകളെയും എല്ലാം സംരക്ഷിക്കുന്ന പുതിയ മനുഷ്യരായി നമുക്ക് ജീവിക്കാം. സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സഹവർത്തിത്വത്തിൻ്റെയും സഹകരണത്തിൻ്റെയും നാളുകളാണ് നമുക്ക് വേണ്ടത്. അപരൻ്റെ ശബ്ദം സംഗീതം പോലെ ശ്രവിക്കുന്ന കാലമാണ് നമുക്ക് സൃഷ്ടിക്കേണ്ടത്. അസഹിഷ്ണുത കാലം കഴിഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് കളയുവാൻ കഴിയണം. കൃത്യമായി എല്ലാവരും ഈ പുതിയ വർഷത്തിൽ പഴയതെല്ലാം നാം പുതുക്കുന്നത് പോലെ, വീട് പുതുക്കുന്നത് പോലെ, വീട്ടിലെ മോശമായ വസ്തുക്കൾ കളയുന്നത് പോലെ, കത്തിച്ചും അല്ലാതെയും കുഴിച്ചിട്ടും പല രൂപത്തിൽ മാലിന്യങ്ങൾ ഒഴിവാക്കുന്നത് പോലെ, തീർച്ചയായും മനസ്സിലെ മാലിന്യങ്ങളെ കത്തിച്ചു കളയുവാൻ, ഒഴിവാക്കി കളയുവാൻ നമുക്ക് കഴിയട്ടെ. എല്ലാ മാലിന്യങ്ങളും ഒഴിവാക്കി പുതിയ മനുഷ്യരാകുവാൻ 2025 നമുക്ക് കഴിയണം. പുതിയ സൗഹൃദത്തിൻ്റെ 100 പൂക്കൾ ഇവിടെ വിരിയട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഗ്രീൻ ഗ്ലോബലിൻ്റെ അണിയറ പ്രവർത്തകരുടെ പേരിൽ ഞാനിവിടെ ആശംസിക്കുകയാണ്. ഏറ്റവും മനോഹരമായ, സുന്ദരമായ ഒരു പുതുവർഷം, ആയുരാരോഗ്യത്തോടുകൂടി എല്ലാ മാനവരാശിയും ദീർഘകാലം സന്തോഷത്തോടെ, ആനന്ദത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കട്ടെ. തീർച്ചയായും എല്ലാവർക്കും ആരോഗ്യവും ആയുസ്സും നേരുന്നു. നന്മയുള്ള പുതുവർഷം നമ്മുടേതാണ്, നമ്മുടേതാക്കാം.